إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا لي ولا تكفرون സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം പവിത്രമായ മാസമാണ്. ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ റുക്നായ ഹജ്ജ് നിർവഹണത്തിൻ്റെ മാസമാണ്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഹജ്ജിന് ഈ വർഷം ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ മിക്കവാറും ഹറമിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അല്ലാഹുവിനെ കൂടുതൽ ദിക്ർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്തിൻ, നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ ബലിമൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. മിൻ ശആഇരില്ല, അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഹറം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്രകാരം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെയൊക്കെ ആരാണോ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തി നിലനിൽക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി.
അപ്പോൾ മൊത്തത്തിൽ ഈ ദുൽഹജ്ജ് മാസം തന്നെ അള്ളാഹുവിൻ്റെ ഒരു ചിഹ്നമാണ്. ഈ ദിവസങ്ങളിൽ മറ്റ് മാസങ്ങളിലെ ദിവസങ്ങൾക്കില്ലാത്ത പ്രത്യേകത നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 8 യൗമുത്തർവിയ. പഴയ കാലത്ത് ഹജ്ജിന് വേണ്ടി മിനായിലേക്കും അറഫായിലേക്കും മുസ്ദലിഫയിലേക്കും വീണ്ടും മിനായിലേക്കുമൊക്കെ തിരിച്ചു വരുന്ന ആ ഒരു യാത്രക്കിടയിൽ ഇന്നത്തെ പോലെയുള്ള വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ദുൽഹജ്ജ് 8 തർവിയത്തിൻ്റെ ദിവസമാണ്, വെള്ളം ശേഖരിക്കുന്ന ദിവസമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ചുകൊണ്ടാണ് 8-ാം തീയതി മിനായിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് 9-ന് അറഫയിലേക്ക് പോവുകയാണ്. 9-ന് മഗ്രിബ് ആയ ശേഷം അവിടെ നിന്ന് നിസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. മുസ്ദലിഫയിൽ വെച്ച് മഗ്രിബും ഇശാവും ജമ്മും കസ്റുമായി നിർവഹിച്ച് അന്ന് അവിടെ രാപ്പാർത്ത് ദുൽഹജ്ജ് 10-ന് രാവിലെ സുബഹി നമസ്കരിച്ച ശേഷം മിനായിലേക്ക് പുറപ്പെടുകയാണ്. മിനായിലെത്തി ജംറയിൽ കല്ലെറിഞ്ഞ് അറവിന് അന്നൊക്കെ നേരിട്ടാണ് അത് നിർവഹിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ അവിടെ ക്യാഷ് അടച്ച് അത് അവിടെ നിർവഹിക്കപ്പെടുകയാണ്. അങ്ങനെ ആ അറവും കഴിഞ്ഞ് മുടിയെടുക്കുന്നതോടുകൂടിയാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവസാനിക്കുന്നത്. തഹല്ലുലാവുക എന്ന് പറയും. ഹറമിന് ഇഹ്റാം പ്രവേശിച്ച ഒരു മുണ്ട് ഉടുക്കുകയും മറ്റൊരു മുണ്ട് ചുമലിൽ വെക്കുകയും ചുറ്റുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് ഹജ്ജ് പ്രധാന കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം ആ വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുക. അതാണ് തഹല്ലുലാവുക എന്ന് പറയും, മോചനം. പിന്നീട് മക്കയിലേക്ക് വന്ന് ഹറമിലേക്ക് വന്ന് തവാഫുൽ ഇഫാള, ജനങ്ങളുടെ ഒഴുക്കിനനുസരിച്ച് കൊണ്ടും നിങ്ങളും ആ ഒഴുക്കിൽ ചേർന്ന് ഇതെല്ലാം നിർവഹിച്ചതിന് ശേഷം ഇഫാലത്തിന്റെ തവാഫ് കഴിഞ്ഞ് വീണ്ടും മിനയിലേക്ക് തന്നെ പോകണം. 10-ന് രാത്രി മിനയിലെത്തണം. മിനയിൽ അവിടെ രാത്രി താമസിക്കണം. 11-ാം തീയതിയും അവിടെ രാത്രി ഉണ്ടായിരിക്കണം. 12-ാം തീയതിയും അവിടെ ഉണ്ടായിരിക്കണം. 13-നോട് കൂടിയാണ് ഈ മിനയിലുള്ള താമസം അവസാനിക്കുന്നത്. അതോടുകൂടി പൂർണ്ണമായി ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിച്ചു. പിന്നീട് ഹറമിലേക്ക് വന്ന് വിട ചോദിക്കുന്ന ഒരു തവാഫുണ്ട്, തവാഫുൽ വിദാഴ്. നമ്മൾ മക്കയോട് വിട പറയുന്ന ആ ഒരു തവാഫ് കൂടി ആണ് അതിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം 8, 9, 10, 11, 12, 13 ഇത്രയും ദിവസങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് പവിത്രമായ ദിവസങ്ങളാണ്. 1 മുതലുള്ള ദിവസങ്ങൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പ്രത്യേക കർമ്മങ്ങളില്ല. ഹാജിമാരല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 1 മുതൽ പവിത്രമായ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും ആരാധനാകർമ്മങ്ങൾ, സുന്നത്തോ കാര്യങ്ങളോ ഉണ്ടോ? പ്രത്യേകിച്ച് ദുൽഹജ്ജ് 9-ന് നമ്മൾ അറഫ നോമ്പ് നോൽക്കും. അതൊരു പ്രധാനപ്പെട്ട സുന്നത്ത് കർമ്മമാണ്. അതാ ദുൽഹജ്ജ് 9-ന് മാത്രമുള്ള അറഫ ദിവസത്തിൽ മാത്രമുള്ള ഒരു സുന്നത്ത് നോമ്പാണ്. അതുകൊണ്ട് ദുൽഹജ്ജ് 9 അഥവാ അറഫ ദിവസം, ഹാജിമാർ അവിടെ അറഫയിൽ നിൽക്കുന്ന ദിവസം ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അന്ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ദുൽഹജ്ജ് മാസത്തെ ഒരു പ്രത്യേകതയാണ്.
എന്നാൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകമായ കർമ്മങ്ങൾ ദുൽഹജ്ജ് മാസം പിറന്നു എന്നതുകൊണ്ടുണ്ടോ? അങ്ങനെ പ്രത്യേകമായ സുന്നത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലോ മറ്റു മാസങ്ങളിൽ നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം ലഭിക്കുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന അമലുകളെല്ലാം. ഇപ്പൊ ഖുർആൻ പാരായണം ദുൽഖഅദ് മാസത്തിൽ നമ്മൾ ഓതിയതിനേക്കാൾ കൂടുതൽ കൂലി ദുൽഹജ്ജ് മാസത്തിൽ ഓതിയാൽ കിട്ടും. ജുമുഅക്ക് അതിന് സാധാരണ മാസങ്ങളെക്കാൾ കൂടുതൽ പ്രത്യേകത ഇന്നത്തെ ജുമുഅക്കുണ്ട്. ഇന്നത്തെ സുന്നത്ത് നമസ്കാരത്തിന് മറ്റ് മാസങ്ങളിലെ സുന്നത്ത് നമസ്കാരത്തേക്കാൾ പ്രാധാന്യമുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ സാധാരണ സുന്നത്ത് നോമ്പുണ്ട്. ആ സുന്നത്ത് നോമ്പ് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ദുൽഹജ്ജ് മാസത്തിലുള്ള തിങ്കൾ, വ്യാഴം, വെള്ളികളിലെ ദിവസങ്ങളിലെ നോമ്പിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ നിർവഹിച്ചു വരുന്ന ഇബാദത്തുകൾ അത് ഉത്സാഹത്തോടു കൂടി ആ ഒരു നിയ്യത്തോടു കൂടി നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ധാരാളമായി ഉണ്ട് എന്നതാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പാരായണം, അതുപോലെ ആളുകളുമായുള്ള നല്ല ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്താശ ചെയ്യുക, ഇങ്ങനെയുള്ള എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ ദിവസങ്ങളെ ഒരു പവിത്ര ദിവസമായി കണക്കാക്കുകയും കാണുകയും ആ രൂപത്തിൽ അതിനെ നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുകയും ചെയ്യണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖാല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. സൽക്കർമ്മങ്ങളിൽ മൂലം അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ മറ്റു ദിവസങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറയുന്നത് അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. ഖാലു, ഇത് പറഞ്ഞപ്പോ മറ്റൊരു മാസത്തിലും ഇല്ലാത്ത അത്ര ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ സഹാബികൾ ചോദിച്ചു, അതിനേക്കാൾ വലിയ ത്യാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുക, യുദ്ധം, അത് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാമിലെ ഏറ്റവും അതിമഹത്തായ പ്രവർത്തനമാണല്ലോ, ത്യാഗമാണല്ലോ ജിഹാദ് എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ ഇതിനുണ്ടോ എന്നാണ് സഹാബികൾ ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട്, ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേകതയുണ്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ ബിനഫ്സിഹി വ മാലിഹി, അയാൾ തന്റെ സ്വന്തം ശരീരവും തന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തുമായി പുറപ്പെടുന്നു, ജിഹാദിന് പുറപ്പെടുന്നു. വലം യർജി മിൻ ദാലിക ബിശൈഇൻ, എന്നിട്ട് തന്റെ ശരീരവും തന്റെ ധനവുമെല്ലാം ആ മാർഗത്തിൽ ത്യാഗം ചെയ്തെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് രക്തസാക്ഷിയായി ധനവും മുഴുവൻ നഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ മഹത്വമുണ്ട്. അല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളെക്കാളും, എല്ലാ ദിവസങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളെക്കാളും ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അബൂ ദാവൂദ് അതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ ദിവസങ്ങൾക്കുള്ള പ്രത്യേകത ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് മാസങ്ങളെ, ഇപ്പോൾ റമദാൻ മാസം ലൈലത്തുൽ ഖദർ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവിനെ സംബന്ധിച്ച്, റമദാൻ മാസത്തിലെ ഒരു രാവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. അപ്പൊ അത് ഒരു രാവിനെ സംബന്ധിച്ചാണ്, പകലിനുമായി ബന്ധപ്പെട്ടതാണ് ദുൽഹജ്ജിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ പകൽ സമയങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രത്യേകമായ പ്രതിഫലാർഹമായ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ധാരാളം പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക? അതിന് അള്ളാഹു പറഞ്ഞത് വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യമാണോ, സമയമാണോ, സമ്പത്താണോ, കുടുംബമാണോ, മറ്റ് നിഅമത്തുകളാണോ, അതിലൂടെയൊക്കെ നീ അതൊക്കെ ഉപയോഗത്തോടൊപ്പം അതിലൂടെയൊക്കെ പടച്ചവന്റെ തൃപ്തി തേടുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പരലോകത്തെപ്പറ്റി ഓർമ്മ വേണം. ഇത് ഇന്നേക്ക് മാത്രമുള്ളതല്ല. ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അവസാനിക്കും. ഈ ജീവിതം കഴിഞ്ഞതിനപ്പുറമുള്ള ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമുക്കൊക്കെ അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും മുന്നോട്ട് വെക്കുകയോ പിന്നോട്ട് വെക്കുകയോ ഇല്ല. ഒരു നിമിഷം പോലും അള്ളാഹു അവസരം തരികയില്ല. അതുകൊണ്ട് നൽകിയതിൽ വെച്ച് ഉടനെ പടച്ചവനെ തേടിക്കൊള്ളണം. അത് ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ പൊരുത്തം സമ്പാദിച്ചു കൊള്ളണം. അതിലൂടെ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെ മറക്കുകയും വേണ്ട. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു വിഹിതത്തെയും മറക്കുകയും ചെയ്യേണ്ടതില്ല. അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം പരലോകത്തെ അതിലൂടെ തേടണം. അങ്ങനെ നിങ്ങൾ ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ അത് കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദുനിയാവിലെ ജീവിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെയും അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെയുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്ത്രം പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിയരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജുമ അന്ന് ശനിയാഴ്ചയായിരുന്നു. മീൻപിടുത്തക്കാരാണ് അവരിൽ കൂടുതലും. അപ്പോൾ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അന്ന് മീൻ പിടിച്ചില്ല. പക്ഷെ എന്ത് ചെയ്തു? അവരൊരു തട കെട്ടി, അന്ന് ധാരാളം മീൻ വരും, അപ്പോൾ ഒരു തട കെട്ടി നിർത്തും, അന്ന് പിടിക്കൂല. ആ തട കെട്ടി നിർത്തി മീനിനൊക്കെ ഇപ്പുറത്താക്കിയിട്ട് ഞായറാഴ്ച പിടിക്കും. അപ്പം എന്തായി? അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിലെ ഉദ്ദേശത്തെ അവഗണിക്കുകയും ചെയ്തുകൊണ്ട് പടച്ചവന്റെ നിയമത്തെ അവർക്ക് അനുകൂലമായ രൂപത്തിലാക്കി. അങ്ങനെ അവർ ചെയ്തതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഫക്കൂനു ഖിറദതൻ ഖാസിഈൻ, നിന്ദ്യന്മാരായ കുരങ്ങുകളാകുക എന്ന് അള്ളാഹു അവർ ആ രൂപത്തിൽ ശിക്ഷിച്ചു എന്നവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി അതിനെ സമീപിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ മാറ്റമുണ്ടാകുന്ന, അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്മരണകൾ നിലനിൽക്കുന്ന കർമ്മങ്ങൾ കൊണ്ട് ധന്യമായിട്ടുള്ള ഈ മാസത്തിൽ
അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിർവഹിച്ച കർമ്മങ്ങളെ കബൂൽ ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതായി ഖുർആൻ പറയും. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്, പടച്ചോൻ കൽപ്പിച്ചതാ കഅബ അതിൻ്റെ നിർമ്മാണം നിർവഹിക്കാൻ വേണ്ടി. അങ്ങനെ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കൂടി അത് നിർവഹിച്ച് അതിൻ്റെ പണി പൂർത്തിയാക്കി. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിർവഹിച്ച സംഗതിയല്ലേ അത്, അതിൻ്റെ ഭംഗി അത് നിർവഹിക്കുകയും ചെയ്തു. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതായി ഖുർആൻ പറയുന്നു, റബ്ബനാ ഞങ്ങളുടെ നാഥ തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പ്രാർത്ഥിച്ചതായി ഖുർആൻ പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുറേ പ്രാർത്ഥനകൾ, ഇത്രയധികം പ്രാർത്ഥനകൾ പ്രവാചകന്മാർ നിർവഹിച്ചതായി, ആ പ്രാർത്ഥനകൾ ഉദ്ധരിച്ചു വന്നതായി മറ്റ് പ്രവാചകന്മാരെ സംബന്ധിച്ച് കാണുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന ഇന്നും പ്രസക്തമായ രൂപത്തിൽ തന്നെയാണ്. ഖുർആനിൽ അതുണ്ട്, സൂറത്തുൽ ബഖറയിലുണ്ട്, പല സൂറത്തുകളിലുമുണ്ട്. ഏതാണ്ട് 21 ആവശ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ചിലപ്പോൾ ഒരായത്തിൽ തന്നെ 3-4 ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചതായി ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ നന്മയെ സംബന്ധിച്ചുണ്ട്, അവരുടെ ആഹാര ലഭ്യതയെ സംബന്ധിച്ചുണ്ട്, മക്കളുടെ നല്ല ഭാവിയെ സംബന്ധിച്ചുണ്ട്, അതുപോലെ ശിർക്ക് വരാതെ എൻ്റെ തലമുറയെ കാത്തു രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മക്കളെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച്, നമ്മുടെ ജീവിത മാർഗങ്ങളെ സംബന്ധിച്ച് അതിലൊക്കെ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഈ ലോകത്ത് നിലനിൽക്കുക മാത്രമല്ല, പടച്ചവൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ തൃപ്തിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിധേയമാക്കിക്കൊണ്ട് നമുക്ക് ഈ ലോകത്ത് ഉപകരിക്കുന്നതോടൊപ്പം പടച്ചവൻ്റെ തൃപ്തി കൂടി നമുക്ക് അള്ളാഹു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും മാനവ സമൂഹത്തിന് അദ്ദേഹം ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഈ മഹത്തായ ആരാധനാ കർമ്മങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നു. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം ലല്ലദീ ബി ബക്കത്ത മുബാറക്കൻ, അനുഗ്രഹീതമായ ബക്ക എന്ന മക്കയിലാണ്. വഹുദൽ ലിൽ ആലമീൻ, സർവ്വലോക ജനങ്ങൾക്കും മാനവ സമൂഹത്തിന് അവർക്കൊന്നടങ്കം അവരുടെ ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാവുകയില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും വിജയമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വഴി, ഹിദായത്തിൻ്റെ വഴി അതാണ്. ഹിദായത്ത് തന്നെ എങ്ങനെ നിസ്കരിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ നോമ്പ് തോൽക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു സംശയവുമില്ലാതെ ഇതാണ് ശരി, ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയാണ് ശരിയായ വഴി, ഇതിനപ്പുറമുള്ളതെല്ലാം വഴികേടാണ്, എന്നെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ്, ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ വഴി ഈ ദുനിയാവിലും നാളെ പരലോകത്തും എന്നെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് ഹിദായത്ത്. വഹുദൽ ലിൽ ആലമീൻ, ആ രൂപത്തിൽ ലോക ജനതക്കുള്ള ഹുദ ഈ കഅബയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണുള്ളത്. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, മനുഷ്യർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ആ കഅബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥലം അവിടെയുണ്ട്.
വമൻ ദഖലഹു കാന ആമിന. അവിടേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭയനായി. അപ്പൊ നിർഭയത്വത്തിന്റെ, അതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന, അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള നിർഭയത്വമാണ്. പേടിയില്ലാത്ത അവസ്ഥ, പടച്ചവനെ മാത്രം ഭയപ്പെടുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടിമകളായിട്ടുള്ള സ്വഹാബികൾ കടുത്ത പീഡനത്തിന് വിധേയമായി അവരുടെ യജമാനന്മാരുടെ അഗ്നിപരീക്ഷണങ്ങൾക്ക്, വലിയ മർദ്ദനങ്ങൾക്ക് വിധേയമായി റസൂലിനോട് അവർ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചരിത്രമുണ്ടല്ലോ, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വൻആയിൽ നിന്ന് ഹദറമൗത്ത് വരെയുള്ള പ്രവിശാലമായ ജസീറത്തുൽ അറബിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ ഒരാട്ടിടയന് അവന്റെ ആടിനെ ചെന്നായ പിടിക്കുമോ എന്ന ഭയപ്പാട് മാത്രമുള്ള, മറ്റൊന്നിനെയും ഭയപ്പെടാത്ത, അങ്ങനെ ഭയപ്പെടേണ്ടി വരാത്ത മാനവ സമൂഹത്തിന്റെ നിർഭയത്വപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുന്ന നാളാണ് കടന്നു വരാൻ പോകുന്നത്. ഈ ഇസ്ലാമിന്റെ വിജയം അതിലേക്കാണ് മാനവ സമൂഹത്തെ എത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് സംഭവിച്ചു. അത്രക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന, ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേവലം 13 വർഷം മദീനത്തെ, ആ 13 വർഷം കൊണ്ട് ലോക സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അന്തരീക്ഷം, ഇസ്ലാമികമായ സമാധാനത്തിന്റെ അന്തരീക്ഷം പൂവണിഞ്ഞു യാഥാർത്ഥ്യമായി എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഫമൻ ദഖലഹു കാന ആമിന, അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പ്രവേശിച്ചവൻ നിർഭയത്വമുള്ളവനായി തീർന്നു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അതുകൊണ്ട് ഈ കഅബ അതിന്റെ പണി പൂർത്തിയായതോടുകൂടി ലോകത്തുള്ള ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക എന്നത് അവരുടെ ബാധ്യതയായി, മാനവ സമൂഹത്തിന്റെ ബാധ്യതയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് തന്നെ നിശ്ചയിക്കുകയും ചെയ്തതായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഈ രൂപത്തിൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട്, ഒരു പ്രവാചകന്റെ മഹാചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മനുഷ്യന്റെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഈ ആദർശത്തെ അവഗണിച്ചതാണ്. എല്ലാ ജനതയുടെയും പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ലോകത്തുള്ള എല്ലാ മതത്തിന്റെയും അനുയായികളുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ബാപ്പയുടെ മാർഗത്തെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ള നിർമ്മിത മതങ്ങളിൽ പ്രവേശിക്കുകയും അതെല്ലാം ചൂഷണോപാധിയാക്കി മാറ്റുകയും ആ ചൂഷകന്മാരായ പൗരോഹിത്യവും അവരെ താങ്ങുന്ന ഭരണവർഗവും മാനവ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ആണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മാസത്തിന്റെ പ്രത്യേകതയും ഇതിന്റെ ദിവസത്തിന്റെ പ്രത്യേകതയും ഒക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റവും ധന്യമായ ഒരു ദീനിലാണുള്ളത്. ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് നമ്മൾ എന്നുള്ള അഭിമാനബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള അപാകതകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.